കാശിയിലെ ഗംഗാതീരത്തിന് ഓരോ സമയത്തും ഓരോ ഭാവമാണ്. അതിരാവിലെ ഞങ്ങൾ അസിഘട്ടിലെത്തി 5:30, 6 മണിയോടുകൂടി തന്നെ ബോട്ട് റൈഡ് ആരംഭിച്ചു. നല്ല തണുപ്പ്, നേരം വെളുത്തിട്ടില്ല, ചെറിയ മഞ്ഞുണ്ട്. ഗംഗാനദി നല്ല ഉന്മേഷവതിയായി ശാന്തമായി ഉണർന്നു. ആ തണുത്ത കാറ്റും ആ ബോട്ട് സവാരിയും ഞങ്ങൾ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു പ്രത്യേക എനർജിയാണ് സൃഷ്ടിച്ചത്. മനസ്സിലെ എല്ലാ ഭാരങ്ങളും ആ കാറ്റിൽ പറന്നു പോയതുപോലെ. ആ കാറ്റും ഭംഗിയുള്ള സൂര്യോദയവും ഞങ്ങൾ ഓരോരുത്തർക്കും എവിടെ നിന്നില്ലാത്ത ഊർജ്ജം പകർന്നു തന്നു. ഗംഗാമാതാവ് ധൃതിയിലാണ്. ആ തീരത്ത് വന്ന ഓരോരുത്തരെയും ഒരു മാതൃസ്പർശം കൊണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവം കൊടുക്കുന്നത് പോലെ എനിക്ക് തോന്നി. സമയം പോകുന്തോറും ഗംഗാതീരത്തെ തിരക്കും കൂടിക്കൂടി വന്നു. ഞങ്ങൾ അസീഘട്ടിന്റെ തീരത്ത് നിന്നൊരു മട്ക ചായയൊക്കെ കുടിച്ച് നടന്നുകൊണ്ടിരുന്നപ്പോൾ അങ്ങ് ദൂരെ നിന്നൊരു ഭജന കേൾക്കാം. അസീഘട്ടിലെ കുറച്ച് ഭക്തർ ആ തീരത്ത് നിന്ന് പാടുന്ന ഭജനയാണ്. എന്ത് രസമാണ് ആ പാട്ട്! ഇന്നും ആ പാട്ട് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. നേരം വൈകുന്നേരമായി. എന്തൊരു തിരക്കാണ്! നദി നിറയെ ബോട്ടുകൾ, അന്തരീക്ഷത്തിൽ നിറച്ചും പുക. രാവിലെ കണ്ട കാഴ്ചയേ അല്ല. എനിക്ക് മനസ്സിന് വല്ലാത്ത വിഷമം തോന്നി. ഗംഗാമാതാവ് ക്ഷീണിച്ചൊഴുകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. മക്കൾക്ക് വേണ്ടി അമ്മമാർ വിശ്രമമില്ലാതെ അലയുന്നത് പോലെ തന്നെ കാണാൻ വന്ന മക്കൾക്ക് വേണ്ടി പരാതി പറയാതെ ക്ഷീണിച്ചൊഴുകുന്ന മാ ഗംഗ. കാശിയിലെ വൻ ജനത്തിരക്ക് കാരണം ഗംഗ ആരതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വാരണാസിയിൽ കാല് കുത്തിയുടനെ കേൾക്കുന്ന വാർത്തയും അതാണ്. പക്ഷേ എന്നും നടക്കുന്ന ചടങ്ങായതുകൊണ്ട് ആ ചടങ്ങ് ചെറിയ രീതിയിൽ കഴിക്കാൻ എന്തോ ഒരു ആരതി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഓടി ആ ഭാഗത്തേക്ക് പോയി. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് ഗംഗ ആരതി ചെയ്യുവാനുള്ള മഹാഭാഗ്യം ഗംഗാമാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. എൻ്റെ മാനസികാവസ്ഥ അത് വാക്കുകൾക്ക് അതീതമാണ്. കുറച്ചു നാളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഉത്തരമായി എനിക്ക് അത് തോന്നി. When our wish is pure, when our intention is pure, miracles do happen. നേരം രാത്രിയായി. ഗംഗാതീരത്ത് ജനത്തിരക്കില്ല, ബഹളമില്ല. സന്ധ്യയ്ക്ക് നടത്തിയ ഗംഗാരതി ഗംഗാനദിയെ കൂടുതൽ സുന്ദരിയാക്കിയോ? നിലാവിൻ്റെ വെളിച്ചത്തിൽ ശാന്തമായി ഒഴുകുന്ന ഗംഗാനദി എന്തൊരു ഭംഗിയാണ്! കുറച്ചു കുട്ടികൾ ആ ഘട്ടിലിരുന്ന് പാട്ട് പാടുന്നുണ്ട്. മക്കളുടെ പാട്ട് കേട്ട് ആസ്വദിച്ച് അമ്മ മയങ്ങുന്നത് പോലെ. നല്ല തണുപ്പ്. ശാന്തമായ ഭാവത്തിൽ അന്നേ ദിവസത്തെ കാര്യങ്ങൾ മനസ്സിലോർത്ത് മയങ്ങുന്ന ഗംഗാമാതാവ്. ആകാശത്ത് നിലാവുള്ള ചന്ദ്രൻ. ആ ഗംഗാതീരത്തുകൂടി മനസ്സിൽ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് ഞങ്ങളും. കാശി അത് ഒരനുഭവമാണ്. അനുഭവിച്ച് തന്നെ ആസ്വദിക്കേണ്ട ഒരു ദിവ്യാനുഭൂതി.